പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവവിളിയാക്കിയതിനെ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മാറാത്ത വചനം ജീവിതത്തിന്റെ അഡ്രസ് മാറ്റുന്നതാ. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ലജ്ജിച്ചു പോകത്തില്ല, ഒരിക്കലും ലജ്ജിച്ചു പോകും. കാരണം കർത്താവിന്റെ വാഗ്ദത്തം, ഞാൻ നിന്നെ കൈവിടത്തിൽ ഉപേക്ഷിക്കുന്നു, ഒരു നാളും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല. എന്ത് ശക്തമായ ഒരു വാഗ്ദത്തം! ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, ദിസ് ഈസ് അവർ അഷ്വറൻസ്. ഇത് നമ്മുടെ ഉറപ്പാ, ഗ്യാരണ്ടിയാ. വാട്ട് ഈസ് ദാറ്റ്? കർത്താവ് ഒരു നാളും എന്നെ കൈവിടത്തില്ല, കർത്താവിനെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. എന്ത് വലിയൊരു ബോധ്യമാണ് അതല്ലേ? ഇന്ന് ഈ ദിവസങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആ കർത്താവിലുള്ള ആ ബോധ്യം നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അതീതമായി നിങ്ങളെ വാഴട്ടെ. യെസ്, ദൈവം തന്റെ ജനത്തെ വിടുവിച്ചു. 430 വർഷത്തെ അടിമത്തം ഇസ്രായേലിൽ, ഫറവോന്റെ അടിമത്തം, ഊഴിയവേലക്കാർ നിമിത്തം വരുന്ന പീഡനം, ജോലിയിലെ ഭാരം, നിലവിളി, മാത്രമല്ല ഒരു നേതാവില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു കാലത്ത് മാനിക്കപ്പെട്ടിരുന്ന ജനം ഇന്ന് അടിമകളായിട്ടിരിക്കുക. അത് എത്രയോ വലിയൊരു മാനസികമായ ഒരു വേദനയാണ് അല്ലെ? ഒരു കാലത്ത് എല്ലാവരും മാനിച്ചിരുന്ന ഒരു വ്യക്തിയെ പിന്നത്തതിൽ മറ്റുള്ളവർ മോശമായിട്ട് കാണുമ്പോൾ അത് വലിയ മാനസികമായിട്ടൊരു പ്രയാസം ഉള്ളിൽ കൊണ്ടുവരും. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലകളിലും സമൃദ്ധി അനുഭവിച്ച ജനം ഇപ്പോൾ വലിയ പ്രയാസത്തിൽ കൂടെ പോകും. ഒരു കാലത്ത് യോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവന്റെ കുടുംബക്കാർക്ക് വലിയ മതിപ്പായിരുന്നു അവിടെ. കാരണം യോസഫിന്റെ പിതാവാകുന്ന യാക്കോബ് ഫറവോനെ പോലും അനുഗ്രഹിക്കത്തക്ക വിധം മാനിച്ചതാണ്. യെസ്, ദേശത്തെ ഉന്നതനായ രാജാവ്, ആ കാലത്തിൽ വളരെ ശക്തമേറിയ സാമ്രാജ്യം എന്ന് പറയും. ആ സാമ്രാജ്യത്തിന്റെ അധിപൻ യാക്കോബിനോട് പറയാ, എന്നെ അനുഗ്രഹിക്കാൻ. അത്രയ്ക്കും ഉന്നതമായ ലെവലിൽ നിന്ന ഒരു സമൂഹം പിന്നത്തതിൽ അടിമയായി മാറുക എന്ന് പറയുമ്പോൾ എത്രയോ പ്രയാസമുള്ള ഒരു കാര്യമാണ്, എത്രയോ മാനസികമായ വ്യതയുള്ളൊരു കാര്യമാണ്. അങ്ങനെ ജനം തകർന്നിരിക്കുന്ന ഒരു സമയത്ത് പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവ് അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം അവൻ വിശ്വസ്തയോടെ നിവർത്തിച്ചു ആ ജനത്തിന്റെ. നാം കാണുന്നത് എങ്ങനെയാണ്? കർത്താവ് ഹല്ലേലൂയ മോശയെ ഹോരേബിൽ വെച്ചൊരു ദർശനം കാണിച്ച് ഹല്ലേലൂയ തന്റെ ദൗത്യത്തിലേക്ക് വലിച്ചു കൊണ്ടുവരിക. മോശയിലൂടെ ദൈവം തന്റെ ദൗത്യത്തിൽ നിർവഹിച്ചു. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മൾ പല വിധത്തിലുള്ള സംഘർഷങ്ങളിൽ, വെല്ലുവിളികളിൽ കൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും കഴിഞ്ഞു, ഇനി സാധ്യതയൊന്നുമില്ല. പക്ഷെ സാധ്യതകളില്ല എന്ന് നാം പറയുന്നിടത്ത്, ഒരു വഴിയുമില്ല എന്ന് സാഹചര്യങ്ങൾ വിളിച്ചു പറയുന്ന സ്ഥലത്ത് അവിടെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് നമ്മൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് നമ്മുടെ തലയ്ക്കകത്ത് ഇത് ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ തല ചൂട് പിടിപ്പിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കർത്താവ് കാര്യങ്ങളെ ദിശയെ നിയന്ത്രിക്കുന്നവനായി, ഗതിയെ നിയന്ത്രിക്കുന്നവനായിട്ട് കൂടെയുണ്ട്. നിങ്ങൾ ഭാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. ഉറപ്പോടെ, ധൈര്യത്തോടെ, വിശ്വാസത്തോടെ അകത്തെ വ്യക്തിത്വത്തെ ഒരിക്കലും ഇളകാൻ സമ്മതിക്കാതെ ഉറച്ചു നിൽക്കുക. നിങ്ങളെ മാനിക്കുന്ന ദൈവം നമ്മുടെ ദൈവം, മാനിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കർത്താവ് വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. റോമാലേഖനം അതിന്റെ 16-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം: സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. സമാധാനത്തിന്റെ ദൈവം. അപ്പൊ അവിടെ ദൈവത്തിന്റെ ടൈറ്റിൽ പറയുന്നത് സമാധാനത്തിന്റെ ദൈവം. നമ്മൾ ആ ടൈറ്റിൽ തമ്മിൽ പൊരുത്തപ്പെടാത്ത പോലെ തോന്നിയേക്കാം. പിന്നെ തുടർന്ന് വായിക്കുന്നു, ദൈവം സമാധാനത്തിന്റെ ദൈവമല്ലേ? സമാധാനത്തിന്റെ ദൈവം എങ്ങനെയാ സാത്താനെ ചതച്ചു കളയുന്നത്? ചതയ്ക്കുക, കൊല്ലുക, തീർക്കുക, നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് സമാധാനത്തിന്റെ ദൈവത്തിന്റെ ലക്ഷണമാണോ? അത് ഒരു സമാധാനമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അങ്ങനല്ലല്ലോ ഇവർ പറഞ്ഞത്. ക്ഷമിക്കുക, വിട്ടുകളയുക, മറക്കുക, അതൊക്കെയല്ലേ വേണ്ടേ? പക്ഷെ ഇവിടെ സമാധാനത്തിന്റെ ദൈവം സാത്താനെ ചതച്ചു കളയുന്ന ദൈവമായിട്ട് അവിടെ പരിചയപ്പെടുന്നത്. അത് തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുക?
അത് എങ്ങനെയാ ചേർന്ന് പോവുക? അത് വലിയ പ്രയാസമുള്ള കാര്യം, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. പക്ഷെ പ്രിയപ്പെട്ടവർ, ഇവിടെ സമാധാനത്തിന് ആ വാക്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ആ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അവിടെ വചനം പറയുന്നത് എങ്ങനെയാണ്? സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ. അതായത് പ്രിയപ്പെട്ടവർ, ഇവിടെ അവിടെ പറയുന്നത് നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമുക്ക് സാത്താൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു രൂപമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ചിന്തിക്കുന്നത്, നമ്മുടെ സങ്കല്പം അങ്ങനെ. പക്ഷെ സാത്താൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തിയായോ ശക്തിയായോ ഒരാളായിട്ടോ അല്ല നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഏതൊരു കൂട്ടമായിട്ടല്ല നമ്മൾ കാണുന്നത്. നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന് വിപരീതമായി നിൽക്കുന്ന തിന്മകളുടെ അധികാരത്തെ മുഴുവൻ സാത്താൻ എന്ന വാക്കിൽ നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് വിരോധമായി നിൽക്കുന്നതാകണം, നമ്മിൽ തന്നെ നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്നതാണ്. നമ്മുടെ അകത്തുണ്ടാകുന്ന ഇമോഷൻസ്, വെറുപ്പ്, കയ്പ്, വിദ്വേഷം, പക, ഭയം, നിരാശ, ഇതെല്ലാം നമ്മുടെ അകത്ത് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ അകത്ത് കൂടിക്കലർന്നിരിക്കുക, വല്ലാത്ത ഭാരമായിട്ട്. അതുപോലെ തന്നെ ചുറ്റുമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുറ്റാരോപണങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ചുറ്റുപാടും ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളെ നമ്മൾ ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലായിടത്തും പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രശ്നങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ഒരു ശക്തിയെ, അതിനെയാണ് സാത്താൻ എന്ന വാക്കുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്നത്. അപ്പൊ അവിടെ സാത്താനെ കാൽ കീഴെ ചതച്ചു കളയും. സാത്താൻ ദൈവവചനത്തിൽ പറയുന്നത്, കൊലോസ്യർ 2:15 പറയുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ച ആക്കി. അത് കർത്താവ് ചെയ്തെടുത്ത കാര്യമാണ്, ചെയ്ത് കഴിഞ്ഞ കാര്യം. അപ്പൊ അവിടെ ആ വാക്യത്തിനകത്ത് നമുക്കൊരു ഉറപ്പ് തരുന്നുണ്ട്, നമുക്ക് വിരോധമായി നിന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും എന്റെ ദൈവം ആയുധവർഗം വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവയ്ക്ക് നമുക്ക് വിരോധമായി എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം അതിനെ നിരായുധീകരിച്ചു. ആയുധമുള്ളപ്പോഴാണല്ലോ പ്രതികരിക്കാൻ, ശത്രുവിനോട് പ്രതികരിക്കാൻ ഒരു ധൈര്യവും ഉറപ്പും ആ ഒരു ബോൾഡ്നെസ് ഒക്കെ വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ അവിടെ എന്ത് സംഭവിച്ചു? കർത്താവ് അവന്റെ ആയുധങ്ങളെ ഹല്ലേലൂയ അത് നിർവീര്യമാക്കി കളഞ്ഞു. അപ്പൊ അങ്ങനെ ഹല്ലേലൂയ നമുക്കറിയാം, ദൈവവചനത്തിൽ കാണുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, മരണാധികാരിയായ പിശാചിനെ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പൊ എന്റെ കർത്താവ് മരണാധികാരിയായ പിശാചിനെ നീക്കി വാഴ്ചകളെയും അധികാരികളെയും ആയുധവർഗം വെപ്പിച്ചു, അവരുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലും പുനരുത്ഥാനത്തിലും മരണാധികാരിയായ പിശാചിനെ നീക്കി, അതുപോലെ തന്നെ വാഴ്ചകളും അധികാരികളും ആയുധവർഗം വെപ്പിച്ചു, അവരെ ക്രൂശിന്മേൽ അവരെ തോൽപ്പിച്ചു, അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റി. ഇത് യേശു ചെയ്ത കാര്യം, യേശു ചെയ്ത് തീർത്ത കാര്യമാണ്, യേശു ചെയ്തു കഴിഞ്ഞ കാര്യം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഇപ്പോഴും പിശാചിനെ വലിയവനായിട്ട് കാണുക. കാരണം നമ്മൾ കേട്ടതും അറിഞ്ഞതുമായ സംഭവങ്ങൾ നമ്മുടെ അകത്ത് കൊണ്ടുതരുന്ന ഓർമ്മ അതാണ്. എല്ലാം കഴിഞ്ഞു, പ്രശ്നങ്ങളാണ്, പ്രതികൂലങ്ങളിലാണ്, ഒരു രക്ഷയുമില്ല, രക്ഷപ്പെടത്തില്ല, വിടുവിക്കപ്പെടത്തില്ല, വലിയ പ്രയാസമാണ്. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഇടുന്ന ചിന്തകളും തോന്നലുകളും ഇതാണ്, ആമേൻ, പ്രശ്നങ്ങൾ വലുതാണ്, വലിയ വിഷയമാണ്, വലിയ കുഴപ്പമാണ്, അത് അവര് വിചാരിച്ചാൽ അവരാണ് നമുക്കെതിരെ നിൽക്കുന്നെങ്കിൽ എല്ലാം പോയി, ഇന്ന രോഗമാണെങ്കിൽ എല്ലാം കഴിഞ്ഞു, ഇത്രയും വലിയ സാമ്പത്തിക വിഷയമാണെങ്കിൽ ഇനി അതിനെ ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഇത്രയും വലിയ പ്രായത്തിൽ ജോലി പോയെങ്കിൽ ഇനി ജോലി കിട്ടാൻ സാധ്യതയില്ല, ഇത്രയും പ്രായമായ ഒരു വ്യക്തിക്കാണ് അങ്ങനെ രോഗം വന്നതെങ്കിൽ അതിന് സൗഖ്യമാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ പലപ്പോഴും സാത്താനെ, അല്ലെങ്കിൽ എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെ, നെഗറ്റീവ് തോട്ട്സിനെ, നെഗറ്റീവ് ആയിട്ടുള്ള അവസ്ഥകളെ നമ്മൾ പലപ്പോഴും നമുക്കുള്ള പോസിറ്റീവ് അഥവാ കർത്താവിനെ ജീവിക്കുന്ന, നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകി തന്ന, സ്വന്തം പുത്രനേക്കാൾ നമ്മെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി യാഗമായി ഏൽപ്പിച്ച് തന്ന കർത്താവിന്റെ വലിപ്പം നമ്മൾ പലപ്പോഴും മറന്നു കളയും. അവൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അതാണ് അവന്റെ പ്രത്യേകത. അവൻ സർവശക്തനാണ്, അവന് കഴിയാത്ത ഒരു കാര്യമില്ലെന്നാണ് വചനത്തിൽ പറയുന്നത്. അവൻ സകലത്തിനെ വഹിക്കുന്നവനാണ് വചനത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള കർത്താവ്, ആ കർത്താവിന്റെ വലിപ്പത്തെക്കാളും പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ നാം വലുതായി കാണുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, നമ്മൾ നിരാശപ്പെട്ടു പോകുന്നു.
തളർന്നു പോകുന്നു, നമ്മൾ പതറിപ്പോകും, നമ്മൾ ജീവിതത്തിനകത്ത് മരണത്തെ മുന്നിൽ കാണുന്ന ഒരു അവസ്ഥ, മരണഭീതി നമ്മുടെ അകത്ത് വരും. കാരണം എന്താണ്? നമ്മുടെ അകത്ത് നിൽക്കുന്ന ഈ ചിന്താഗതികൾ എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ സാഹചര്യത്തിൽ നിന്ന് പുറത്തു പോകും, എങ്ങനെ 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 ചോദ്യങ്ങളുടെ കൂമ്പാരമാണ് നമ്മുടെ മുമ്പിൽ. എന്നാ പ്രിയപ്പെട്ട ഒരു ഹല്ലേലൂയ, അവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. സെഖര്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ പർവ്വതമേ നീ സമഭൂമിയാകും. ഹല്ലേലൂയ, ആ ധൈര്യത്തോടെ അതേ പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് നീ ആർ എന്ന് ചോദിക്കത്തക്കവണ്ണം ആ ബലം നമ്മുടെ അകത്ത് കർത്താവ് തന്നിരിക്കുക. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്നെ കുറിച്ചുള്ള ഭീതി ഞാൻ സകല ജാതികളുടെ മേലും വിടും. പ്രിയപ്പെട്ട ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ അകത്ത് അവന്റെ ശക്തിയും അവന്റെ സ്വാധീനവും അവന്റെ നാമവും നമ്മുടെ മേൽ തന്നിരിക്കുന്നതുകൊണ്ട് ഒരു പ്രതിസന്ധികൾക്കും നമ്മുടെ മീതെ നിൽക്കാൻ സാധ്യമല്ല. എല്ലാം നമ്മുടെ കാൽ കീഴിലാണ്. ആ ബോധ്യം നമുക്കുണ്ടാകണം, ആ അറിവ് നമ്മുടെ അകത്തുണ്ടാകണം. ഒരിടത്തും നമ്മൾ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല, കർത്താവ് അനുവദിക്കത്തില്ല. നിശ്ചയമാണ്. ഹല്ലേലൂയ, നിശ്ചയമായിട്ടും. അതേ പ്രിയപ്പെട്ട ഹല്ലേലൂയ, ഇവിടെ നമ്മൾ ഈ വചനത്തിൽ കാണുമ്പോൾ ഈ വചനത്തിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യം, സമാധാനത്തിന്റെ ദൈവം സാത്താനെ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ വലുതായിട്ട് കാണുന്ന വിഷയങ്ങളില്ലേ, നെഗറ്റീവ് പ്രോബ്ലം, കുഞ്ഞുങ്ങളുടെ ഇഷ്യൂ, രോഗം, ശരീരത്തിന്റെ പ്രയാസം, കുടുംബജീവിതത്തിലെ ഇഷ്യൂസ്, ആ ബിസിനസ്സിനകത്തുള്ള വലിയ പ്രോബ്ലം, പല കാര്യത്തിൽ നമ്മൾ വലുതായിട്ട്, അതായത് കഴിഞ്ഞു ഈ വിഷയം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനിയും അത് രക്ഷപ്പെട്ടില്ലേ, കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. സാത്താൻ എന്ന വാക്കില് നമ്മളൊരു ഒരു ഒരു നെഗറ്റീവ് രൂപത്തെ കാണാതെ അവന്റെ പ്രവൃത്തിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പലപ്പോഴും ചില ചിത്രങ്ങൾ, ആവിഷ്കാരം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. പിശാച് എന്ന് പറയുമ്പോൾ രൂപം ഇങ്ങനെയാണ്, പല്ലിങ്ങനെ ആയിരിക്കും, അതിന്റെ രൂപം ഇങ്ങനെ ആയിരിക്കും, അതിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും, അതിന്റെ നിറം ഇങ്ങനെ ആയിരിക്കും. ആ ഒരു സങ്കല്പം, നമ്മുടെ ഒരു ഭാവന നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. പ്രിയപ്പെട്ട ഒരു സാത്താൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മൃഗത്തോടോ ജീവിയോടോ രൂപത്തോടോ സാദൃശ്യമായി ചിന്തിക്കരുത്. അവന്റെ പ്രവൃത്തിയാണ് ശരിക്കും സാത്താൻ. അവന്റെ പ്രവൃത്തിയാണ് നെഗറ്റീവ്, ശാപം, നിരാശ, തകർച്ച, പ്രതിസന്ധി, ഭിന്നത, കയ്പ്, കോപം, വെറുപ്പ്, പ്രൈഡ്, അഹങ്കാരം, ഇതാണ് പിശാച്. അവിടെയാണ് സാത്താനെ കാണുന്നത്. ആ സിറ്റുവേഷനകത്ത് സാത്താനെ കാണുന്നത്. അല്ലാതെ ഒരു വ്യക്തിത്വത്തിലല്ല സാത്താനെ നാം കാണുന്നത്, ഒരു രൂപത്തിലല്ല നാം സാത്താനെ കാണുന്നത്. അതന്നെയാ ദൈവത്തെയും അങ്ങനെ തന്നെ. ദൈവത്തെ നമ്മൾ രൂപത്തിനകത്തല്ല കാണുന്നത്, അവിടെ നമ്മൾ തെറ്റിപ്പോവുക. ദൈവത്തെ നമുക്ക് ഒരു രൂപത്തിലോ ഒരു വസ്തുവിലോ ഒരു വ്യക്തിയിലോ ഒതുക്കി നിർത്താൻ സാധ്യമല്ല. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. അതാ കർത്താവിനെ കുറിച്ച് പറയുന്നത്. അവൻ ഭൂമിയെങ്ങും നിറഞ്ഞു നിൽക്കുന്നത്, പ്രപഞ്ചത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നത്. അവന്റെ അധികാരത്തിന് പകരം വെക്കാൻ ഈ ലോകത്തിൽ മറ്റൊരു അധികാരമില്ല. അവന്റെ നാമത്തോട് പകരം വെക്കാൻ ഈ ലോകത്ത് വേറൊരു നാമമില്ല. അവന്റെ ഔന്നിത്യത്തോട് തുലനം ചെയ്യാനായിട്ട് ഈ ലോകത്തിൽ വേറൊന്നില്ല. സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ കാണുമ്പോൾ, അതായത് ഒരു വ്യക്തിയിൽ യേശുവിന്റെ രൂപം നമ്മൾ മനസ്സിലാക്കി. രൂപം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുക. യേശുവിന്റെ രൂപം, നമ്മൾ യേശു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു രൂപ ചിന്ത വരും. ആ ഒരു പിക്ചർ, ഒരു വ്യക്തിയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും. ആ യേശുവിന്റെ രൂപമില്ല, ആ പുറമേ കാണുന്ന രൂപം, ആ രൂപത്തിലല്ല ദൈവം ഇരിക്കുന്നത്. അവന്റെ സ്വഭാവത്തില, അവന്റെ പ്രകൃതത്തില, അവന്റെ ശക്തിയില. അവൻ കൽപ്പിച്ച വാക്കില്ലേ, അവിടെയാ ദൈവം വെളിപ്പെട്ടത്. അവൻ തൊട്ടില്ലേ, ആ തൊടലിലാണ് ദൈവം വെളിപ്പെട്ടത്. അവൻ പുനരുത്ഥാനത്തിലാണ് ദൈവം വെളിപ്പെട്ടത്. പ്രിയപ്പെട്ട ഹല്ലേലൂയ, പിശാച് വെളിപ്പെടുന്നത് നെഗറ്റീവിൽ കൂടെയാണെങ്കിൽ ദൈവം വെളിപ്പെടുന്നത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന നന്മകളിൽ കൂടെയാണ്. ഹല്ലേലൂയ. അപ്പോ സാത്താനെ, നമ്മുടെ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന പിശാചിനെ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വെല്ലുവിളികൾ, പ്രയാസങ്ങൾ, നിരാശകൾ എന്തുമാകട്ടെ, ഭയം നമ്മളെ പെട്ടെന്ന് പിടിക്കും അല്ലെ. നമുക്ക് ശരീരത്തിൽ ചില സിംറ്റംസ് ഒക്കെ വരുമ്പോൾ, തലയ്ക്ക് ഒരു വേദന ഉണ്ടായി ഉടൻ തന്നെ നമ്മൾ ചിന്തിക്കുന്ന അതിന്റെ എക്സ്ട്രീം, അതിന്റെ അങ്ങേയറ്റത്തെ കാര്യം ചിന്തിക്കും. അങ്ങനെ വന്നാൽ ഇങ്ങനെ ആയിരിക്കും. ഒരു നെഞ്ചിനൊരു പ്രയാസം ഉണ്ടായാൽ ഉടൻ തന്നെ നമ്മൾ അതിനെ എത്രത്തോളം അതേ പ്രയാസം വന്ന മറ്റു പലരുടെ ജീവിതത്തിന്റെ അവസാനം എല്ലാം കണക്കൂട്ടി അപ്പൊ തന്നെ നമ്മൾ മറ്റു പല തീരുമാനത്തിൽ നമ്മൾ എത്തും. ശാരീരികമായിട്ടുള്ള നല്ല വിഷയത്തിൽ നമ്മൾ മറ്റു പലതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, സാത്താൻ നിങ്ങളുടെ അകത്ത് ഉയർന്നു നിൽക്കുന്ന നെഗറ്റീവ് തോട്ട്സ്, ഭയം, നിരാശകൾ, വെല്ലുവിളികൾ, ഇത് നിങ്ങളുടെ അകത്തെ പിടിച്ചു വാഴുകയാണ്.
നിങ്ങളുടെ അകത്തെ ഞെരുക്കി വാഴുകയാണ്. ഒരു വിധത്തിലും നിങ്ങൾക്ക് സ്വസ്ഥത തരാത്തതുപോലെ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അതിന്റെ പ്രസക്തി ഇങ്ങനെയാണ് പറയുന്നത്: സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നിങ്ങളുടെ കാൽ കീഴെ. കർത്താവ് ചെയ്തതാ. കർത്താവ് സാത്താനെ ഓൾറെഡി പരാജയപ്പെടുത്തിയതാ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇതിങ്ങനെ കിടക്കുക. നിങ്ങളുടെ ബുദ്ധിക്കകത്ത് ഇതിങ്ങനെ കിടക്കുക. എങ്ങനെ? വിഷയം വലുതാണ്, പ്രശ്നം വലുതാണ്, ഈ രോഗം വലുതാണ്. അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് ഇത് നമ്മളെ കയറി വാഴുക. പക്ഷെ ആ ഒരു പോയിന്റിലാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. എന്താ വ്യത്യാസം എന്നറിയോ? ആമേൻ. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ് നിങ്ങൾ തിരിച്ചറിയണം. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് തിരിച്ചറിയണം. വലിയ ആഘോഷമായിട്ട് വന്നൊരു കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 10-19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തത്തില്ല. കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യം. ആരോട് പറഞ്ഞെന്നറിയോ? ഒരു 70 പേരെ കർത്താവ് അയച്ചു. ലൂക്കോസ് 10:1. നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക. അവർ പറഞ്ഞയച്ചു. എങ്ങോട്ട് അയച്ചത്? താൻ ചെല്ലുവാനിരിക്കുന്ന പട്ടണങ്ങളിലേക്ക് അവന് മുമ്പേ അയച്ചു. അവർ പോയിട്ട് തിരിച്ചു വന്നു. അവർ തിരിച്ചു വന്ന് പറഞ്ഞ സന്തോഷ വാർത്ത ചെയ്ത: കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങാം. ഞങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് ആ ഭൂതമെല്ലാം കീഴടങ്ങും. ഒരു വലിയ സദ്വർത്തമാനം, വലിയ സന്തോഷത്തിന്റെ വാർത്തയായിരുന്നു അവർക്ക്. അവരത് വലിയ കാര്യത്തിൽ എൻജോയ് ചെയ്യായിരുന്നു അത് പറഞ്ഞപ്പോഴേ. പക്ഷെ കർത്താവ് ആ സമയത്ത് അവരോട് പറഞ്ഞ കാര്യം: പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരുത്തത്തില്ല. എന്തു വലിയൊരു വാഗ്ദത്തം! ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തത്തില്ല. അപ്പോ അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം: പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അധികാരം തന്നു. പക്ഷെ ചവിട്ടേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു സ്ഥാപനത്തിൽ ഒരാളെ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്തു, അധികാരത്തോടെ അപ്പോയിന്റ് ചെയ്തു, നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ആ പദവിയിൽ ആ സ്ഥാപനം ആ വ്യക്തിക്ക് എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങളും അധികാരങ്ങളും പകർന്നു നൽകപ്പെട്ടിട്ടുണ്ട് അത് മുഴുവൻ പരിശീലിക്കുക, എക്സസൈസ് ചെയ്യുക, ഉപയോഗിക്കുക എന്ന അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ചെയ്യാതിരുന്നിട്ട് കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, വേണ്ട പോലെ ഇമ്പ്രൂവ്മെന്റ് ഇല്ല, ആ ജോലിക്കാർ വേണ്ട പോലെ ജോലി ചെയ്യുന്നില്ല, കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. എടുക്കേണ്ട സ്റ്റെപ്പ് എടുക്കണം, അധികാരത്തെ ഉപയോഗിക്കണം. ആ കമ്പനി, ആ സ്ഥാപനം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഫുൾ പവർ അദ്ദേഹം എക്സസൈസ് ചെയ്യണം. ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. അധികാരം തന്നു. ആ അധികാരത്തെ ഉപയോഗിക്കുമ്പോഴാണ് അധികാരം യഥാർത്ഥത്തിൽ പ്രായോഗികമാകുന്നത്. അപ്പൊ അധികാരം തന്നിരിക്കുക, പക്ഷെ നിങ്ങൾ ചവിട്ടണം, നിങ്ങളത് ഉപയോഗിക്കണം. അതാണ് ഇവിടെ വചനത്തിൽ പറയുന്നത്. അധികാരം തന്നിരിക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം: ആദമിനെ ഹവ്വയും സൃഷ്ടിച്ചവനായ ദൈവം തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ട് അവനെ സൃഷ്ടിച്ചു. അവന്റെ സകല സൃഷ്ടിയും അവന്റെ കാൽ കീഴാക്കി. ആദമിന്റെ കാൽ കീഴാക്കി. സകല സൃഷ്ടിയും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അപ്പൊ അത് കർത്താവ് കൊടുത്തിരിക്കുന്ന നിയോഗമാണ്. പക്ഷെ ആ അധികാരം ഉപയോഗിക്കാത്തിടത്തോളം എങ്ങനെ അതിന്റെ റിസൾട്ട് ഉണ്ടാവും? അപ്പൊ അധികാരം ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ ഈ റോമാലേഖനം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കിടെ ചതച്ചു കളയും. സാത്താനെ ചതയ്ക്കുന്ന ദൈവത്തെ കുറിച്ച് അവിടെ പറയുന്നു. പക്ഷേ ചതയ്ക്കുന്നത് അവനാണ്, പക്ഷെ സംഭവിക്കുന്നത് നിങ്ങളുടെ കാൽക്കീഴാണ്. അതായത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ അധികാരം തരുന്നത്, എന്റെ അധികാരമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ എന്റെ അധികാരത്താൽ നിങ്ങളുടെ പാദം ഉപയോഗിക്കുമ്പോൾ, നിങ്ങളുടെ കാൽ ഉപയോഗിക്കുമ്പോൾ
ആമേൻ, ആ സാത്താന്റെ ആധിപത്യം കീഴടങ്ങും. പ്രൈസ് ഗാഡ്. ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കുന്ന ദാവീദ് പറയുന്ന ഒരു കാര്യം ഇത്. ഇന്നലെ സിംഹവും കരടിയും എന്റെ അപ്പന്റെ ആടുകളെ പിടിക്കാൻ വന്നപ്പോ ദൈവം അവയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചു. ദൈവം വിടുവിച്ചു. ഇവനും അവയിൽ ഒന്നിനെ പോലെയാകും. എന്നിട്ട് ദാവീദ് പറഞ്ഞ ഒരു കാര്യമാണ്, ദൈവം ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അവനെ കവണയിലെ കല്ലുകൊണ്ട് കറക്കി എറിഞ്ഞ് ഗോലിയാത്ത് താഴെ വീണ് കഴിഞ്ഞപ്പോ ദാവീദ് ഓടിച്ചെന്ന് അവന്റെ മേൽ കയറി നിന്ന് അവന്റെ ഉറയിൽ നിന്ന് വാളെടുത്ത് അവനെ വെട്ടിക്കളഞ്ഞു. അപ്പൊ ഗോലിയാത്തിനെ അല്ല ദാവീദ് ചവിട്ടിയത്, വീണ ഗോലിയാത്തിനെ. അപ്പൊ വീണ് കിടക്കുക, അവനിനി ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രതികരിക്കാൻ കഴിയാതാക്കിയിട്ട് അവനെ ചവിട്ടിക്കുക. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് നിങ്ങൾ കാണുന്ന വലിപ്പത്തോടെ കാണുന്ന പല വിഷയങ്ങളില്ലേ, നിങ്ങളുടെ രോഗം യേശു തന്റെ അടിപ്പിണരുകളാൽ അതിനെ പരാജയപ്പെടുത്തിയതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചുമക്കുന്ന ശാപമില്ലേ, അവൻ മരത്തിൽ തൂങ്ങിയപ്പം ആ ശാപത്തെ എന്നേക്കുമായിട്ട് പറിച്ചു മാറ്റിയതാണ്. നിങ്ങളുടെ പാപബോധമില്ലേ, കുറ്റബോധം, ആ കുറ്റബോധം യേശു തന്റെ രക്തം കൊണ്ട് നിങ്ങളുടെ പാപത്തെ മുഴുവൻ കഴുകിയതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യമില്ലേ, നിങ്ങളുടെ സകല ദാരിദ്ര്യത്തെ അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായത് നിമിത്തം നമ്മെ സമ്പന്നരാക്കിയ ദൈവകൃപയാണ്. ഇത് കർത്താവ് ചെയ്തു വെച്ചിരിക്കുക. നാം ഇന്ന് ചെയ്യേണ്ടത് ഒറ്റ കാര്യം, നമ്മുടെ പദവി തിരിച്ചറിയുക, എക്സസൈസ് ചെയ്യുക, അതിനെ ഉപയോഗിക്കുക. നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളെ എത്രത്തോളം അധപ്പതിപ്പിക്കുന്ന പോലെ നിങ്ങളുടെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിന്നാലും നിങ്ങളുടെ ഉള്ളിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ആ പ്രതിസന്ധികളെ വാഴാനുള്ള പവർ നിങ്ങളുടെ അകത്തിരിപ്പുണ്ടാകും. അതായത് സാത്താനെ നിങ്ങളുടെ കീഴെ ചതച്ചുകളെ, നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളെ. നിങ്ങൾ ചതയ്ക്കുമെന്നല്ല പറഞ്ഞത്, സമാധാനത്തിന് ദൈവം അത് ചെയ്യുമെന്നാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണ എന്ന് പറയുമ്പോൾ രൂപത്തെ അല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ, രോഗം, ശാപം, ദാരിദ്ര്യം, ഭയം, ഭീതി, നിരാശ, നെഗറ്റീവ് ഇമോഷൻസ്, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്ന നിങ്ങളല്ല, ദൈവം അതിനെ ചതയ്ക്കുന്നത്. ദൈവം അതിനെ ചതച്ചു കളയും. എവിടെയാ? കാൽ കീഴിൽ. ഈ കാലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് കാൽ ഉപയോഗിക്കുന്നത്. പല കാര്യത്തിന് കാൽ ഉപയോഗിക്കും, പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്യാനൊക്കെ കാൽ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് നമ്മൾ നിൽക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഒന്ന് നിൽക്കാനായിട്ട്. ഇപ്പൊ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ കാലില്ല നിൽക്കും, ഞാൻ നടക്കുമ്പോൾ കാലുകൊണ്ടാണ് നടക്കുന്നത്. ദൈവം തന്നെ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മോശ ജനത്തോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്തിനാ ഈ പഴയ കാര്യം പറഞ്ഞ് നിലവിളിക്കുന്നത്? ഉറച്ചു നിൽപ്പീൻ, ഉറച്ചു നിൽപ്പീൻ. നിങ്ങൾ പുറകോട്ട് നോക്കാതെ ഉറച്ചു നിൽക്കുക. ഞങ്ങൾ പുറത്തിറങ്ങിയതാ, ഇനി ഞങ്ങൾ അടിമത്വത്തിലേക്കില്ല എന്ന മനോഭാവത്തിൽ ഉറച്ചു നിൽപ്പീൻ. അയ്യോ ഞങ്ങളെ പിടിക്കാൻ വന്നിരിക്കുക, ഞങ്ങൾ വന്നേക്കാമേ എന്ന് പറയാതെ നിങ്ങൾ ഇറങ്ങിയതല്ലേ, ആ ഇറങ്ങിയ ഇറക്കത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ എടുത്ത സ്റ്റെപ്പിൽ ഉറച്ചു നിൽക്കുക. ഉറച്ചു നിൽക്കുക. നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ സാത്താൻ നിങ്ങളുടെ കാൽ കീഴിൽ ചതയ്ക്കപ്പെടുക. സാത്താൻ നിങ്ങളുടെ തീരുമാനത്തിന് മുമ്പിൽ ചതയ്ക്കപ്പെടുക. രണ്ട്, ദൈവത്തോട് നോക്കി മോശ നിലവിളിച്ചപ്പോ ദൈവം മോശയോട് പറഞ്ഞ കാര്യം, മോശ നീ എന്നെ നോക്കി നിലവിളിക്കുന്നത്, മുന്നോട്ട് പോകാൻ പറയുക. അപ്പൊ പിശാചി ചതയ്ക്കപ്പെടുന്ന രണ്ട് കാര്യത്തില്ല. ഒന്ന് ഉറച്ചു നിൽക്കുമ്പോൾ, രണ്ട് മുന്നോട്ട് പോകുമ്പോൾ. എടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, നിങ്ങളെ കുഴയ്ക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ചെവികളിൽ കേൾപ്പിക്കാൻ നിങ്ങളുടെ കൺമുമ്പിൽ പിശാചി കാണിക്കാം. അപ്പോഴും നിങ്ങൾ പറയാം, നോ, ഞാൻ മുന്നോട്ട് പോകും, ഞാൻ മുന്നോട്ട് പോകും. ബിസിനസ്സിനകത്ത് ചെറിയ കാര്യം അബദ്ധം പറ്റി, പഠനത്തിൽ ചില തോൽവികൾ പറ്റി, ജോലിയിൽ ചില അബദ്ധങ്ങൾ പറ്റി, കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, പക്ഷേ ശുശ്രൂഷയിൽ ചില പരാജയങ്ങൾ സംഭവിച്ചു. പക്ഷെ ഞാൻ മുന്നോട്ട് പോവുക. ഞാൻ പറയട്ടെ, പിശാചിന്റെ സകല ആയുധങ്ങളെയും ശക്തിയെയും എന്റെ കർത്താവ് തകർത്തു. എന്നാൽ ഇന്ന് നിങ്ങൾക്കും എനിക്കും വേണ്ട ഒറ്റ കാര്യം എന്താണെന്നറിയാം? വിശ്വാസം എന്ന പരിച. അതായത് ഉറപ്പോടെ ഈ പിശാച്, എന്റെ ഈ രോഗം, എന്റെ പ്രതികൂലം, എന്റെ ഭയം, എന്റെ നിരാശ ക്രിസ്തുവിനാൽ പരാജയപ്പെട്ടതാണ്.
ക്രിസ്തുവാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ബോധ്യം വരുമ്പോൾ നമ്മുടെ അകത്ത് വരുന്ന സമാധാനമില്ലേ, അതാണ് സമാധാനത്തിന്റെ ദൈവമോ. നിങ്ങൾ ഈ പ്രശ്നങ്ങളെ കണ്ട് പാതറി നിലവിളിച്ച് കരഞ്ഞ് അയ്യോ എല്ലാം കഴിഞ്ഞ് ഞാൻ എങ്ങനെ ഇത് ചെയ്യും, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. കർത്താവ് കാര്യത്തിൽ നോക്കിക്കോളൂ. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. പ്രൈസ് ഗാഡ്. ഇന്ന് നിങ്ങളെ വാഴേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യം ഇതാണ്: എന്റെ കർത്താവ് എന്റെ ഈ വിഷയങ്ങളെ മുഴുവൻ ക്രൂശിൽ ജയിച്ചതാണ്, ഞാൻ ജയാളിയാണെന്ന അസാധാരണമായ ബോധ്യം അത് നിങ്ങളുടെ അകത്ത് വേണം. അത് നിങ്ങളെ വാഴണം. നിങ്ങൾ പരാജയപ്പെടത്തില്ല, നിങ്ങൾ തകരത്തില്ല, നിങ്ങൾ തോൽക്കത്തില്ല, നിങ്ങൾ സകല വിധത്തിലും ജയാളികളായി മാറും. യെസ്, ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ ടുവേർഡ്സ് യു. നിങ്ങളോടുള്ള ദൈവത്തിന്റെ പദ്ധതി അതാണ്. ആമേൻ. ആകയാൽ ഉറപ്പോടെ എന്റെ കാൽക്കീഴെ എന്റെ കർത്താവ്, എന്റെ ദൈവമാണ് ചെയ്യുന്നത്, ഞാനല്ല. ഞാൻ ചതയ്ക്കേണ്ട കാര്യമില്ല. എന്റെ കർത്താവ് അത് ചെയ്തു കഴിഞ്ഞിരിക്കുക. വിശ്വസിക്കാമോ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് അധികാരം തന്നിരിക്കുക. അധികാരം ഉപയോഗിക്കാമോ? ഇന്ന് നിങ്ങൾ അത്ഭുതം കാണും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിലൂടെ ജീവിതത്തിന് ചുറ്റും നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെയും ക്രിസ്തുവിലുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ജയിപ്പാൻ പരിശുദ്ധാത്മാവെ അവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോടത്തും അവർ പരാജയം അംഗീകരിച്ച് മുന്നോട്ട് പോകാനല്ല, ആമേൻ, ആ പരാജയത്തെയും പ്രതികൂലത്തെയും നിരാശയെയും ചവിട്ടി മറികടന്ന് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവിലുള്ള സ്പെഷ്യൽ അനോയിന്റിംഗ് അവരുടെ മേൽ പകരപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവസ്ഥകൾ മാറട്ടെ, സാഹചര്യങ്ങൾ മാറട്ടെ, അവരെല്ലാ മേഖലകളിലും ജയാളികൾ എന്ന് ലോകം അറിയട്ടെ കർത്താവേ. അപ്പൊ അതിനായി അവരുടെ ഉള്ളിൽ വിശ്വാസത്തെ പണിയണമേ. ഉറപ്പ് അവരുടെ അകത്ത് കൊടുക്കണം കർത്താവ്. ഒരിടത്തും തളർന്നു പോകാതെ, ഒരിടത്തും പതറിപ്പോകാതെ കർത്താവിൽ തങ്ങളെ തന്നെ പണിതെടുപ്പാൻ പരിശുദ്ധാത്മാവേ അവരുടെ മേൽ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ കൃപ അവരുടെ മേൽ പകരണമേ. ഈ ദിവസങ്ങൾ അവരെ ഒരു അനുഗ്രഹമാക്കി നിർത്തുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, നിരാശയാകട്ടെ, വെല്ലുവിളികളാകട്ടെ, ആമേൻ, ടെൻഷൻ ആകട്ടെ, മരണഭയമാകട്ടെ, ഭീതിയാകട്ടെ, എന്തിന്റെ മുമ്പിൽ അവർ നിൽക്കുമ്പോഴും അതിനെല്ലാം യേശു ക്രൂശിൽ പരാജയപ്പെടുത്തിയതാണ് എന്ന അസാധാരണമായ ബോധ്യം അവരുടെ അകത്ത് വന്നിട്ട് ആ ബോധ്യത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവെ ഇപ്പോൾ തന്നെ അവരുടെ മേൽ കൃപ വെളിപ്പെടണം. ഇപ്പോൾ തന്നെ ആ ഭയം മാറിപ്പോകുമ്പോൾ ശരീരത്തിൽ നിന്ന് രോഗം മാറട്ടെ, ശാപം മാറട്ടെ, നിരാശകൾ മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുതം നടക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി. എല്ലാ മഹത്വവും അർഹപ്പെട്ട കുഞ്ഞാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ഒന്ന് വിളിച്ചു പറയാമോ? ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. നിങ്ങൾ ദൈവമക്കളാണെന്നുള്ള ബോധ്യമാണെങ്കിൽ വചനം ഇങ്ങനെ പറയുന്നത്, മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. യെസ്, ആ അവകാശ ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ആ ബോധത്തിൽ മുന്നോട്ട് ജീവിതത്തെ നയിച്ച് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം ഭംഗിയായി, മെച്ചമായി, ശ്രേഷ്ഠമായി പൂർത്തീകരിക്കും. യെസ്, God bless you.